ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ജോലിയില്ലാതെ ഡെസ്പറേറ്റ് ആയിട്ട് നിന്ന സമയത്തും ജോലി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് നിർബന്ധമായിട്ട് വേണമെന്ന് ഞാൻ ഷടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് 2 ദിവസം അവധി. അപ്പോൾ ഈ സാറ്റർഡേയും സൺഡേ ആണ് നമ്മൾക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ടൈം സ്പെയർ ചെയ്യുന്നത്. ഈ സാറ്റർഡേ ഞാൻ പിള്ളേരെയും കൊണ്ട് ക്രിസ്മസ് ഷോപ്പിംഗ്, ക്രിസ്മസിന് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഡെക്കറേഷൻസും ഡ്രസ്സസൊക്കെ തപ്പി ഇറങ്ങിയതാട്ടോ. അപ്പോൾ കുറേ കടകളിൽ കയറി അവസാനം നമ്മൾ കല്യാണിൽ നിന്ന് നമ്മുടെ ബഡ്ജറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിന് ഒതുങ്ങിയ കുറച്ച് മെറ്റീരിയൽസൊക്കെ എടുത്ത് പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ലൈനിങ് മേടിക്കാൻ വേണ്ടിയിട്ട് കോൺവെൻറ്റ് ജംഗ്ഷനിൽ പോയി. കാര്യം അവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റീസണബിളായി എന്നാൽ സാധാരണ കടകളിൽ കിട്ടാത്ത തരത്തിലുള്ള എല്ലാ ഷെയ്ഡ്സും കിട്ടുന്ന എക്കണോമിക്കലായിട്ടുള്ള കടയുണ്ട്. അപ്പോൾ അതും മേടിച്ച് പിന്നീട് മേത്തർ ബസാർ ഇപ്പം യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. നമുക്ക് ക്രിസ്മസ് ഡെക്കേഴ്സ് എല്ലാം പലതരത്തിലുള്ള ക്രിസ്മസ് ഡെക്കേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഏത് റേഞ്ചിൽ വേണോ, ഏത് തരത്തിൽ വേണോ, വിൻറ്റേജ് വേണോ, ട്രഡീഷണൽ വേണോ, എല്ലാം ഇവിടെ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. മക്കളെ ഇതൊക്കെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, ശ്വാസം മുട്ടുന്നത് പോലെ തിരക്കായിരുന്നു. ശരിക്കും പേടിയായിപ്പോയി. എനിക്ക് എൻ്റെ മക്കളെ കാണാണ്ടായി പോകുമെന്നുള്ള പേടിയായിപ്പോയി. കുറേ കടകളിൽ കയറി ഇറങ്ങിയിട്ടാണ് ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചത്. എക്സ്ട്രീംലി റീസണബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ റീറ്റെയിൽ ഷോപ്സിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ലാഭത്തിൽ നമുക്കിവിടെ സാധനങ്ങൾ കിട്ടും. പല ചോയ്സസ് ഉണ്ട്, പല കടകളുള്ളതുകൊണ്ട് തന്നെ വാങ്ങണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും മേടിക്കാൻ എനിക്ക് സാധിച്ചില്ല. അത്രയ്ക്കും തിരക്കായിരുന്നു. ഒരു കണക്കിന് പിന്നെ അവിടെ നിന്ന് ജീവനും കൊണ്ട് പുറത്തിറങ്ങി തൊട്ടടുത്ത് തന്നെയുള്ള കാരവൺ ഐസ്ക്രീം പാർലർ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി പിള്ളേർക്ക് വയറ് നിറയെ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് അവരെ ഹാപ്പിയാക്കി. അപ്പോൾ ഇന്നത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത്, ഇനി മേള ഫെസ്റ്റീവ് സീസണിൽ പിള്ളേരെയും കൊണ്ട് വൈകിട്ട് 4 മണിക്ക് ശേഷം ഷോപ്പിങ്ങിന് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോയ്ക്ക് എടുത്ത് ക്രിസ്മസ് വെളിച്ചത്തിൽ പൊതിഞ്ഞ് സുന്ദരിയായിട്ട് നിൽക്കുന്ന എറണാകുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ മെല്ലെ സ്വസ്ഥമായിട്ടൊരു 7 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീടണഞ്ഞു കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് തീരെ ക്ഷമയില്ല. മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അപ്പം തന്നെ സെറ്റ് ചെയ്യണം. ഇത്തവണ നമ്മൾ വളരെ ചെറിയ മിനിയേച്ചർ ഫോംസിലുള്ള ഡെക്കേഴ്സാണ് മേടിച്ചിരിക്കുന്നത്. ലൈക്ക് ചെറിയ ക്രിസ്മസ് ട്രീ, ചെറിയ ക്രിബ്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഈ ആഴ്ചത്തെ സാറ്റർഡേ ആഘോഷം നമ്മൾ അവസാനിപ്പിച്ചു. ഇനി വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വീക്കെൻഡ് ടു കണ്ടിന്യൂ വിത്ത് ദ ക്രിസ്മസ് ഡെക്കറേഷൻ.